വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ SSLC +2 VHSC പരീക്ഷാ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ മികച്ച പ്രകടനവുമായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭോത്സവം തുടരുന്നു. കുന്നംകുളം നഗരസഭയിൽ തെരുവ് വിളക്കുകൾക്കായി 55 ലക്ഷം രൂപയുടെ പ്രധാന പദ്ധതികൾ. അയിനൂരിൽ നിർമ്മിക്കുന്ന 49-ാം നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് ജനങ്ങൾ. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ മേഖലകളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ SSLC +2 VHSC പരീക്ഷാ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ മികച്ച പ്രകടനവുമായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഹൈസ്കൂൾ +2 വൊക്കേഷണൽ വിഭാഗങ്ങളിൽ സർക്കാർ തലത്തിൽ മികച്ച വിജയം കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനാണെന്ന് സ്കൂൾ പ്രധാനാധ്യാപകരായ K നസീമ, AA ആശാലത, ഡോക്ടർ C സന്തോഷ്, PTA പ്രസിഡന്റ് T മുകുന്ദൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. SSLC പരീക്ഷയിൽ പരീക്ഷ എഴുതിയവരിൽ 3 കുട്ടികൾ മാത്രമാണ് തോറ്റത്. ഹയർ സെക്കൻഡറി +2 പരീക്ഷയിൽ 90% വിജയം കരസ്ഥമാക്കി. 1998-ൽ ആരംഭിച്ച +2 കോഴ്സിൽ ആരംഭത്തിൽ 7% മാത്രമായിരുന്നു വിജയം. ഈ വർഷം സംസ്ഥാനത്ത് ശരാശരി +2-ന് 70% വിജയമാണെന്നിരിക്കെ കുന്നംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഇത് 90%. സംസ്ഥാന ശരാശരിയേക്കാൾ 20% വർധനവാണ് കുന്നംകുളത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 235 പേർ പരീക്ഷ എഴുതിയപ്പോൾ 229 പേർ പാസ്സായി. ബയോളജി സയൻസ് ഗ്രൂപ്പിൽ പരീക്ഷ എഴുതിയ 118 വിദ്യാർത്ഥികളും കമ്പ്യൂട്ടർ സയൻസിൽ 60 വിദ്യാർത്ഥികളും വിജയിച്ച് 100% വിജയം നേടാൻ കഴിഞ്ഞു. നിരവധി കുട്ടികൾ A+ കരസ്ഥമാക്കി. അടുത്ത വർഷം കുന്നംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സ്മാർട്ട് സ്കൂളാക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി പ്രധാന അധ്യാപിക AA ആശാലത പറഞ്ഞു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വിവിധ വിഭാഗങ്ങളിൽ പരീക്ഷ എഴുതിയ 120 കുട്ടികളിൽ 95% പേരും ഉപരിപഠനത്തിന് അർഹത നേടിയതായി പ്രധാന അധ്യാപകൻ ഡോക്ടർ C സന്തോഷ് പറഞ്ഞു. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 2% വർധനവുണ്ട്. നഗരത്തിലെ സ്വകാര്യ സ്കൂളുകളിൽ സീറ്റ് കിട്ടാതെ വരുന്നവരും അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് 9-ാം ക്ലാസ്സിൽ TC കൊടുത്ത് വിടുന്നവരുമായ കുട്ടികളാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ ചേരുന്നത്. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ SSLC കടത്തിവിടുക എന്ന ഭാരിച്ച ദൗത്യമാണ് ഗവൺമെന്റ് സ്കൂളുകൾ ചെയ്യുന്നതെന്ന് ഹൈസ്കൂൾ പ്രധാനാധ്യാപക K നസീമ പറഞ്ഞു. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ അധ്യാപകർ കഠിന പരിശ്രമം ചെയ്യുമ്പോൾ രക്ഷിതാക്കൾ തിരിഞ്ഞു നോക്കാറില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. സ്കൂൾ വികസനത്തിന് നഗരസഭയുടെ നിർലോഭമായ സഹകരണം ലഭിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. +2-ന് ലാബ്, ലൈബ്രറി, സൗകര്യ വികസനം അനിവാര്യമാണ്. സ്കൂൾ വികസനത്തിന് നഗരസഭയുടെ നിർലോഭമായ സഹകരണം ലഭിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. +2-ന് ലാബ്, ലൈബ്രറി, സൗകര്യ വികസനം എന്നിവ അനിവാര്യമാണ്. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ജനങ്ങളുടെ സഹകരണം നിർബന്ധമാണെന്ന് അധ്യാപകർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമാണ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭോത്സവം തുടരുന്നു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന പ്രതിഭോത്സവത്തിന്റെ 1-ാം ദിനത്തിൽ ഇന്ന് നിർമ്മാണം എന്ന മേഖല നടന്നു. BRC ചൊവ്വന്നൂരിലെ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ BK സംഗീതയാണ് നിർമ്മാണം സെഷൻ നയിച്ചത്. MF ഹുസൈൻ ഹാളിൽ നടന്ന ചിത്രരചനാ മത്സരത്തിൽ BRC ചൊവ്വന്നൂരിലെ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ MN അമൃത ക്ലാസ് നയിച്ചു. ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ കവിത ആലപിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്റർ സുരേഷിന്റെ ചിത്രം വരച്ചു. പല്ലാവൂർ അപ്പുമാരാർ ഹാളിൽ നടന്ന താളം മത്സരത്തിൽ സദനം ഭരതരാജൻ ക്ലാസ് എടുത്തു. തിമില, എടയ്ക്ക, മദ്ദളം എന്നിവയിലായിരുന്നു പരിശീലനം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഗുണാത്മക നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുമ്പോൾ കുട്ടികളുടെ അക്കാദമിക് കഴിവിനൊപ്പം സർഗാത്മക ശേഷിയും പ്രോത്സാഹിപ്പിക്കാനാണ് ഗവൺമെന്റ് പ്രതിഭോത്സവം എന്ന പേരിൽ കലാപഠന കളരി തുടങ്ങിയിരിക്കുന്നത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പ്രതിഭോത്സവമാണ് പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു വരുന്നത്.
മനുഷ്യന്റെ അപരാധിത സ്വപ്നദുഃഖം ഇനി നമുക്കൊന്നായൊരു കഴിക്കാം. മർത്യസ്നേഹ സങ്കീർത്തനം മാത്രം, മർത്യസ്നേഹ സങ്കീർത്തനം മാത്രം. ഇരുളുന്നു മേഘങ്ങളഗ്നിഗർഭങ്ങളായി പിടയുന്നിതാനോക്കുവാനേ. ശവഗന്ധമെത്തുന്ന സന്ധ്യതൻ വീതിയിൽ ചിതറിപ്പരക്കുന്നു രക്തം, വീതിയിൽ ചിതറി. കുന്നംകുളം നഗരസഭയിൽ തെരുവ് വിളക്കുകൾക്കായി 55 ലക്ഷം രൂപയുടെ പ്രധാന പദ്ധതികൾ. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ 55,000 മീറ്റർ നീളത്തിൽ സ്ട്രീറ്റ് മെയിൻ ലൈൻ വലിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, കൗൺസിലർ KA അസീസ് എന്നിവർ അറിയിച്ചു. ഇതിനായി KSEBയിൽ 55 ലക്ഷം രൂപ കെട്ടിവെച്ചതായി ഇരുവരും പറഞ്ഞു. KSEB 4 സെക്ഷനുകളിലായി വ്യാപിച്ചു കിടക്കുന്ന നഗരസഭാ പ്രദേശത്ത് ഒരു വാർഡിൽ പുതിയ 15 തെരുവിളക്കുകൾ സ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്ട്രീറ്റ് മെയിൻ വലിക്കുന്ന ജോലികൾ ആരംഭിക്കുന്നത്. ഇതിനായി ബിഗ് ബസാർ സെക്ഷനിൽ 2,88,960 രൂപയും, മേജർ സെക്ഷനിൽ 19,42,335 രൂപയും, ഗുരുവായൂർ സെക്ഷനിൽ 17,82,015 രൂപയും, പഴഞ്ഞി സെക്ഷനിൽ 4,86,150 രൂപയും അടച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് മെയിൻ വലിച്ച സ്ഥലങ്ങളിൽ പുതിയ തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ 20 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. തെരുവിളക്കുകൾക്ക് പുറമെ പ്രധാന ജംഗ്ഷനുകളിൽ ഹൈമാസ്റ്റ്, മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും. നഗരസഭയിൽ മുടങ്ങിപ്പോയവരുടെ പെൻഷൻ വിതരണം പുനരാരംഭിക്കാൻ 18, 19 തീയതികളിൽ പെൻഷൻ അദാലത്ത് വിളിച്ചു ചേർക്കും. 2016 ഡിസംബർ, 2017 ഏപ്രിൽ മാസങ്ങളിൽ പെൻഷൻ മുടങ്ങിപ്പോയവരാണ് പെൻഷൻ അദാലത്തിൽ പരാതി നൽകേണ്ടത്. ഇത്തരത്തിൽ 200 അപേക്ഷകൾ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. 1 മുതൽ 7 വരെയും 20, 21, 22, 35, 36, 37 വാർഡുകളിലെ പെൻഷൻ അദാലത്ത് 18-ന് MJD ഹൈസ്കൂളിലും, 8 മുതൽ 19 വരെയും 24 മുതൽ 34 വരെ വാർഡിലുള്ളവർക്ക് 19-ന് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലുമാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അദാലത്തിൽ സാക്ഷ്യപത്രം വെക്കാത്ത പരാതികളാണ് കൂടുതലും പരിഗണിക്കുക. പെൻഷൻ അപേക്ഷകന് പകരം ബന്ധുക്കൾ ആരെങ്കിലും ഒരാൾ അദാലത്തിൽ പങ്കെടുത്താലും മതിയെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. അയനൂരിൽ നിർമ്മിക്കുന്ന 49-ാം നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് ജനങ്ങൾ. അങ്കണവാടി നമ്പർ 49-ന്റെ നിർമ്മാണത്തിൽ ജനങ്ങൾ ആശങ്കയിൽ. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും ICDSും സംയുക്തമായി നിർമ്മിക്കുന്ന 49-ാം നമ്പർ അങ്കണവാടി കല്ലുവെട്ട് കുഴിയിലാണെന്ന് ആരോപണം. കുഴികൾ താഴ്ത്തി പില്ലറുകൾ സ്ഥാപിക്കുന്നതിന് പകരം വലിയ താഴ്ചയില്ലാതെയാണ് കുഴിയെടുത്തിരിക്കുന്നത്. 2 വർഷം മുമ്പാണ് ഈ സ്ഥലം പഞ്ചായത്തിന് കൈമാറിയത്. എന്നിട്ടും വളരെ അടുത്തു മാത്രമാണ് നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയിൽ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി.
എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM and Sons, Dindigul. Zone distributor Roja Agencies, Kunnamkulam. Phone 9446 145776, 9446 145778. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മഴക്കാലം ആരംഭിക്കാനിരിക്കെ കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി അധികൃതർ പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഡെങ്കിപ്പനി ബോധവൽക്കരണ ദിനാചരണം ഗവൺമെന്റ് ആശുപത്രിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ ഗംഗാധരൻ, ആരോഗ്യ പ്രവർത്തകൻ ഹർഷൻ എന്നിവർ പ്രസംഗിച്ചു. ആശുപത്രിയിൽ പനി ക്ലിനിക് ആരംഭിച്ചതായി ഡോക്ടർ താജ് പോൾ അറിയിച്ചു. ഒരു വാർഡിൽ കൊതുക് വലകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം 2 പേർക്ക് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 3 ദിവസം കൂടുമ്പോൾ ഫോഗിംഗ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ആശുപത്രി പരിസരത്തും നഗരസഭാ വാർഡുകളിലും ഫോഗിംഗ് നടത്തുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ ഗംഗാധരൻ അറിയിച്ചു. ചാട്ടുകുളം, ചിറ്റഞ്ഞൂർ മേഖലകളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. നഗരസഭ ചാട്ടുകുളം തെക്കൻ ചിറ്റഞ്ഞൂർ മേഖലയിൽ CPM-ന്റെ സ്തൂപം തകർത്തും കൊടികൾ കത്തിച്ചും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ ചാട്ടുകുളം മേഖലയിൽ സ്ഥാപിച്ച സ്തൂപമാണ് തകർത്തത്. കൊടി കത്തിക്കുകയും ചെയ്തു. നിരന്തരമായി CPM പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിലെ പ്രതികളാണ് സംഭവത്തിന് പിന്നിലെന്ന് CPM സൗത്ത് ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. പല കേസുകളിലെയും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. പാർട്ടി സ്തൂപം തകർക്കുകയും കൊടി കത്തിക്കുകയും ചെയ്ത് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പാർട്ടി ലോക്കൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിപണി അടയ്ക്ക പഴയത് 4400 രൂപ മുതൽ 4590 രൂപ വരെ, പുതിയത് 4281 രൂപ മുതൽ 4600 രൂപ വരെ, രണ്ടാം തരം 3000 രൂപ മുതൽ 3500 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ വർഷത്തെ SSLC +2 VHSC പരീക്ഷാ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ മികച്ച പ്രകടനവുമായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭോത്സവം തുടരുന്നു. കുന്നംകുളം നഗരസഭയിൽ തെരുവ് വിളക്കുകൾക്കായി 55 ലക്ഷം രൂപയുടെ പ്രധാന പദ്ധതികൾ. അയനൂരിൽ നിർമ്മിക്കുന്ന 49ാം നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് ജനങ്ങൾ. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി.
ചാട്ടുകുളം, ചിറ്റഞ്ഞൂർ മേഖലകളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.